പാലക്കാട് PSC ഓഫീസ് താഴിട്ട് പൂട്ടി KSC പ്രവർത്തകരുടെ പ്രതിഷേധം. ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ പൂട്ടിയിട്ടാണ് പ്രതിഷേധിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു. പ്രസാദ്, എന്താണ് സംഭവം? പാലക്കാടാണ് സംഭവം. ഉദ്യോഗസ്ഥരെ ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടാണ് PSC ഓഫീസിന് പുറത്ത് KSC പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ദേശീയ ഗെയിംസിൽ മെഡൽ നേടിയവർക്ക് ജോലി നൽകാമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് തലമുണ്ടനം ചെയ്ത് പ്രതിഷേധം. ജോലി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വൈകിയാൽ സമരരൂപം മാറുമെന്നാണ് കായിക താരങ്ങളുടെ മുന്നറിയിപ്പ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ആഴ്ചകൾ പിന്നിട്ടു. അനുകൂല തീരുമാനം വൈകുന്ന സാഹചര്യത്തിലാണ് നാടിന്റെ അഭിമാനമുയർത്തിയ കായിക താരങ്ങളുടെ വേറിട്ട പ്രതിഷേധം. ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ സർക്കാരിൽ നിന്നോ? സമാധാനം വരെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമ്മൾ നിരത്തിലിറങ്ങിയത്. മറ്റു വഴികളില്ലാത്തതിനാലാണ് ഇത്തരമൊരു പ്രതിഷേധമെന്ന് താരങ്ങൾ. വേറെ വഴിയില്ല, നമ്മളവിടെ വന്നിരുന്ന ജോലി മേടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. കേരളത്തിൽ നടന്ന 2014 ദേശീയ ഗെയിംസിൽ വെള്ളി, വെങ്കല മെഡൽ നേടിയ താരങ്ങളാണ് തൊഴിൽ തേടി തെരുവിലിറങ്ങിയത്. UDF സർക്കാർ നൽകിയ ജോലി വാഗ്ദാനം LDF സർക്കാരിന്റെ കാലാവധി അവസാനിക്കാറായിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല. ഒഴിവുകൾ ഇല്ലാത്തതിനാലാണ് നിയമനം വൈകുന്നതെന്നും മുഴുവൻ പേർക്കും ഉടൻ ജോലി നൽകുമെന്നുമാണ് കായിക വകുപ്പിന്റെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാന BJPയിലെ തർക്കം പരിഹരിച്ചെന്ന് പറയുമ്പോഴും മത്സരിക്കാനില്ലെന്ന് പരസ്യമായി പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ. സെക്രട്ടേറിയറ്റ് നടയിലെ ശോഭയുടെ സമരത്തെ പിന്തുണയ്ക്കാൻ BJP നേതൃത്വം തയ്യാറായില്ല. ശോഭാ സുരേന്ദ്രന്റെ സമരം തുടരുന്നതിനാൽ യുവമോർച്ചയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കമുള്ള സമരപരിപാടികൾ ഉപേക്ഷിച്ചതായാണ് വിവരം. BJP സംസ്ഥാന നേതൃത്വവുമായി 10 മാസത്തോളം നിസ്സഹകരണത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സജീവമാകാനുള്ള തീരുമാനം. തുടർന്ന് ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കണ്ടു. എന്നിട്ടും ഭിന്നത തുടരുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായി സെക്രട്ടേറിയറ്റ് നടയിലെ ശോഭാ സുരേന്ദ്രന്റെ സമരം. സമരത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കളാരും എത്തിയില്ലെന്നു മാത്രമല്ല, തലേദിവസം വരെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരപ്പന്തലിൽ സജീവമായിരുന്ന യുവമോർച്ച പ്രവർത്തകർ പോലും സെക്രട്ടേറിയറ്റ് നടയിൽ നിന്നും പിൻവാങ്ങി. പാലക്കാടടക്കം A+ മണ്ഡലങ്ങളായി പാർട്ടി വിലയിരുത്തുന്ന ഒരിടത്തും അവസരം ലഭിക്കില്ലെന്ന സൂചന ലഭിച്ചതോടെയാണ് മത്സരത്തിന് ഇല്ലെന്നുള്ള ശോഭാ സുരേന്ദ്രന്റെ പരസ്യ പ്രസ്താവന. സീറ്റും ചോദിക്കുകയോ ഒരു സീറ്റിൽ മത്സരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ എന്നോട് ആവശ്യം ഉന്നയിച്ച ഘട്ടത്തിലെല്ലാം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സര രംഗത്ത് ഉണ്ടാകില്ല എന്ന് അറിയിച്ച ഒരു സാധാരണ പ്രവർത്തകയാണ്. മത്സരിക്കില്ലെന്ന ശോഭാ സുരേന്ദ്രന്റെ തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കാൻ വിസമ്മതിച്ചു. ആരൊക്കെ മത്സരിക്കണമെന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. അല്ല, അത് അവർ പറഞ്ഞു. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ ഉടനെ മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ. ആരൊക്കെ മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് എടുക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് നയിക്കുന്ന വിജയ് യാത്ര ഈ മാസം 21-ന് തുടങ്ങാനിരിക്കെ ഭിന്നത പരിഹരിക്കാൻ ദേശീയ നേതൃത്വം ഇടപെടണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം.